आर यू ऑल वेजिटेरियन और नॉन वेजिटेरियन? शुद्ध शाकाहारी। बिल्कुल। तो दोस्तों आज हम लोग बनाने जा रहे हैं मीट। वाह क्या बात है, क्या खुशबू है। 25,000 वोट हर ईवीएम में पहले से मौजूद था। 25,000। पुलिस प्रशासन का वोट रूम लगा के वोट चोरी कर रहा है। मशीन चेंज की, जिसको पता क्या मशीन चेंज, पब्लिक को बताया आप? नहीं, पब्लिक को बताया आप? यहाँ जो पब्लिक है, अरे यहाँ जो पब्लिक है उसको बताया आप? 25,000-ഓളം വോട്ടെ നേരത്തെ ഫീഡ് ചെയ്ത് വെച്ചിട്ട് നമ്മുടെ മുമ്പിലൊക്കെ കാണിക്കുന്ന ഒരു നാടകം മാത്രമായിട്ട് നമ്മുടെ ഇലക്ഷൻ മാറിപ്പോകുന്നുണ്ട് എന്നുള്ളതാണ് പറയപ്പെടുന്നത്. പലരും അത് കാര്യം മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴും ആവർത്തിച്ച് പറയുന്നുണ്ട്. 25,000-ഓളം വോട്ടുകളാണ് മുൻകൂട്ടി ഫീഡ് ചെയ്ത് വെക്കുന്നത്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ ഇവർ പറയുന്നത് ഈ എന്താ പറയുക, നമ്മുടെ തപാൽ വോട്ടുകൾ എണ്ണിക്കഴിഞ്ഞ് ആ തപാൽ വോട്ടുകൾ എണ്ണിക്കഴിയുന്ന സമയത്ത് ഈ പറഞ്ഞ പാർട്ടി, നമ്മുടെ രാജ്യം ഭരിക്കുന്ന പാർട്ടി പിന്നിലാണെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ മറ്റൊരു സംഭവം ആക്ടിവേറ്റ് ചെയ്യും. ഏതാ, നമ്മൾ നേരത്തെ ഫീഡ് ചെയ്ത് വെച്ചിട്ടുള്ള 25,000 വോട്ടുകൾ, ആ പാർട്ടിക്ക് അനുകൂലമായിട്ടുള്ള വോട്ടുകൾ നമ്മൾ അങ്ങ് റിലീസ് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ എല്ലാ പ്രാവശ്യവും അടുത്ത് വന്ന കഴിഞ്ഞ 10 വർഷത്തിനിടക്ക് വന്ന പല തെരഞ്ഞെടുപ്പുകളും ജയിച്ചിട്ടുള്ളത് എന്നാണ് പറയപ്പെടുന്നത്. അത് ഞാൻ പറഞ്ഞതല്ല കേട്ടോ, ഇത് പറയുന്ന ആളുകൾ ഒരുപാടാണ്. അതിൽ ജഗ്നാഥ് സിംഗ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം കണ്ടിട്ട് നമുക്ക് തുടങ്ങാൻ വീഡിയോ. स्थितियों को बदलने के लिए कोई ना कोई उपाय किया गया ना। 25,000 वोट हर ईवीएम में पहले से मौजूद था। 25,000 हर ईवीएम में, और इसके बावजूद भी हमारे 25 जीत गए तो हम लोग इसको सौभाग्य समझते हैं। लेकिन देश का दुर्भाग्य है कि देश जा कहाँ रहा है। क्या व्यापार है? क्या लोकतंत्र व्यापार है? व्यापार करने में आदमी धोखाधड़ी करता है। लोकतंत्र तो शुद्ध एक इंस्टीट्यूशनल अरेंजमेंट है. ഇപ്പം നമ്മൾ വിചാരിക്കുന്നുണ്ടാവില്ല ഇതൊക്കെ പോസിബിൾ ആണോ, ഇതെങ്ങനെ നടക്കും? അത്രയും പ്രൊട്ടക്റ്റഡ് ആയിട്ട് കൊണ്ടുപോകുന്ന EVM മെഷീനുകൾ ഉള്ള നമ്മുടെ രാജ്യത്ത് അത്രയും സ്ട്രോങ് റൂമുകളും മറ്റ് CCTV രംഗങ്ങളും ഒക്കെ ഒപ്പി എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആരാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം അല്ലേ. പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ EVM മെഷീൻ അത്രയും പ്രൊട്ടക്റ്റഡ് അല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് നമ്മൾ ചിന്തിച്ചു പോകും ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ. सर EVM ऐसे हाथ में सर इन सभी में EVM जा रहे क्या? यहाँ बोल भाई साहब ये देखो, ऐसे रोड पे चल रहा है इलेक्शन है ना भैया। ये आपका सारा वोट जो है ये ऐसे हाथ पे कंधे पे उठा के जाया जा रहा है. ഇപ്പൊ കണ്ടല്ലോ നമ്മുടെ EVM മെഷീൻ കൊണ്ടുപോകുന്നത്. ബീഹാറിൽ കഴിഞ്ഞ ദിവസം നടന്നൊരു സംഭവം തന്നെയാണ്. EVM മെഷീൻ നടുറോട്ട് കൂടെ 2 പോലീസുകാരും അല്ലെങ്കിൽ കുറച്ച് ഉദ്യോഗസ്ഥരും ചുമ്മാ നടന്നങ്ങ് കൊണ്ടുപോവുകയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെ മാറുന്നുണ്ട്, മറയുന്നുണ്ട്, കയറുന്നുണ്ട്, ഇറങ്ങുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയില്ല അല്ലേ. എല്ലാം പടച്ചോൻ്റെ കയ്യിൽ എന്നല്ലേ പറയാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ കണ്ടു വണ്ടി വരുന്നതും പെട്ടി കൊണ്ടുപോകുന്നതും പെട്ടി കൊണ്ടുവരുന്നതും കാലിപ്പെട്ടി കണ്ടതും കാലിപ്പെട്ടി വണ്ടി അകത്തോട്ട് കയറിയപ്പം കാലിപ്പെട്ടിക്ക് അകത്ത് എന്തായിരുന്നു എന്നുള്ളതും ഒക്കെ ചോദ്യം തന്നെ ആയിരുന്നു അല്ലേ. ഇടയ്ക്കിടയ്ക്ക് ഓഫായി പോകുന്ന CCTV ദൃശ്യങ്ങളും അല്ലെങ്കിൽ CCTVകളൊക്കെ നമ്മൾ കണ്ടു. ഈ ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയാണ്ട് നമ്മുടെ സെലക്ഷൻ കമ്മീഷൻ സുഖമായിട്ട് ഡൽഹിയിൽ കിടന്നുറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചോദ്യം ചെയ്യാൻ ആരും വരില്ല. വന്നു കഴിഞ്ഞാലും ഞങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആളുകൾ ഞങ്ങളുടെ മേത്തൽ 56 ഇഞ്ച് ഉണ്ട് എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് ഈ പറഞ്ഞ എല്ലാ പരിപാടികളും നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. ഇനി കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ബീഹാറത്തെ കാഴ്ചകൾ കണ്ടുവരട്ടോ, നമുക്ക് കാണും. हमने वोट इधर किया था, तुमने इधर से उधर किया है, ऐसे जीते तुमने कई नगर, बाजीगर ओ बाजीगर, फिर हो गई EVM में गड़बड़. ഒരിക്കലും ചേച്ചിനെ കുറ്റം പറയാൻ പറ്റില്ല. ചേച്ചി പറഞ്ഞത് ശരിയാണ്. കയ്യിലടിച്ചാലും അടി കിട്ടുന്നത് ഇപ്പുറത്തെ താമരയിലായ നമുക്കെന്തെങ്കിലും പറയാൻ പറ്റുമോ? പിന്നെ വോട്ട് കളവ്, വോട്ട് ചോരി, അത് EVM അല്ല, അതിൻ്റെ മേലത്തെ ഏത് വലിയ കള്ളത്തരാണെങ്കിലും ബസീഗറോ ബസീഗർ ഇത് തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ വലിയ തെറ്റൊന്നും പറയാനില്ല അല്ലേ. നമ്മുടെ രാജ്യം അങ്ങനെ ആയി കഴിഞ്ഞിട്ടുണ്ട്. എങ്കിലും ഇവരുടെ ഒരു കോൺഫിഡൻസ് ഭയങ്കര വലുത് തന്നെയാണ് അല്ലേ. बात बता रही है, तूने चोरी किया ना? तूने चोरी किया ना? और अभी साले स्टाइल है बाबू भैया, राजू का स्टाइल, ये बाबूराव का स्टाइल है. मोदी जी बिहार आए हुए थे तो आप उनके रैली में गए थे? हाँ गए थे. मोदी जी का आपको कौन सा बात अच्छा लगा? हमको मोदी जी का कोई बात अच्छा नहीं लगा.
हमको यहाँ तक कि मोदी जी भी अच्छा नहीं लगे, हम तो हेलीकॉप्टर देखने गए थे। क्या बोले मोदी जी? मोदी जी को कौन देखता है, देखे हम लोग हेलीकॉप्टर देखे। പാവങ്ങളെ കുറ്റം പറയാൻ പറ്റില്ല. നമ്മളൊക്കെ വിചാരിച്ചു മോദിജിയുടെ പരിപാടിക്ക് ആളില്ല കാശ് കൊടുത്താണ് ആൾ കൊണ്ടുവരുന്നതൊക്കെ നമ്മൾ ഇലക്ഷൻ്റെ മുമ്പ് പറഞ്ഞു. എന്നിട്ടും 200 സീറ്റിൻ്റെ മേലെ നമ്മുടെ മോദിജി അടിച്ചു മാറ്റി. ഏതാണേലും മോദിജിയുടെ പരിപാടിക്ക് വന്ന കുറച്ച് ആളുകളുടെ മനസ്സിലിരിപ്പാണ് കണ്ടത്. മോദിജിനൊക്കെ ആര് കാണാൻ വരുന്നത്, അല്ലെങ്കിൽ എന്ത് കേൾക്കാൻ വരുന്നത്? ഞങ്ങൾക്ക് ഹെലികോപ്റ്റർ കാണണം. ബീഹാറിലെ ആളുകളാണ്. വീട്ടിലെ കക്കൂസ് പോലും ഇല്ലാത്ത ഒരാൾക്കാർക്ക് സ്വന്തം വീടിൻ്റെ അടുത്തൊക്കെ ഒരു ഹെലികോപ്റ്റർ വരിക എന്നൊക്കെ പറഞ്ഞാൽ വലിയ കാര്യം തന്നെയാണ് അല്ലേ? അപ്പോൾ അത് കാണാനും അല്ലെങ്കിൽ അതിനെപ്പറ്റി അറിയാനും എന്താണ് ഇതെന്നൊക്കെ മനസ്സിലാക്കാൻ ഈ പാവപ്പെട്ടവർ പോവും. ആ ക്രൗഡായിരുന്നു നമ്മുടെ ഹെലികോപ്റ്റർ വാല. അങ്ങനെ പറയണ്ട. നമ്മുടെ മോദിജി താടിജിയുടെ പരിപാടി കാണാൻ വന്ന ആളുകളുടെ മനസ്സിലിരിപ്പ് എന്ന് നമുക്കറിയാം. പിന്നെ രാഹുൽ ഗാന്ധിയുടെ പരിപാടിക്ക് എവിടെ നിന്ന് ആൾ വന്നു വെച്ചാൽ രാഹുൽ ഗാന്ധി ജീപ്പിലായിരുന്നു പോയിരുന്നത്, ഹെലികോപ്റ്ററിലല്ല. അതുകൊണ്ട് ജീപ്പ് കാണാൻ പോയവരല്ല, അത് രാഹുൽ ഗാന്ധിനെ കാണാനും വോട്ട് ചെയ്യാനും പോയവരെന്നായിരുന്നു. പക്ഷേ നമ്മൾ നേരത്തെ ഫീഡ് ചെയ്ത് വെച്ചിട്ടുള്ള EVM മെഷീൻ ഉള്ളിടത്തോളം കാലം ഇനി 100 അല്ല, 1000 അല്ല, 10000 അല്ല, ലക്ഷങ്ങളല്ല, കോടി വന്ന് വോട്ട് ചെയ്താലും എന്നും നമ്മൾ തന്നെ ജയിച്ചു നിൽക്കും. ആ ഒരു ഉറപ്പ് നമ്മുടെ BJP സർക്കാർ നിങ്ങൾക്ക് എല്ലാവർക്കും തരുന്നുണ്ട്. ഇനി അത് മാത്രമല്ല, ഇനി നിങ്ങളൊക്കെ എന്ത് ചെറ്റത്തരം തെമ്മാടിത്തരം കാണിച്ചു കഴിഞ്ഞാലും നിങ്ങളൊന്ന് ഈ നമ്മുടെ BJP ലോണ്ടറി അല്ലെങ്കിൽ BJPയുടെ വാഷിംഗ് മെഷീനിലിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളെന്താക്കും? നമ്മൾ സ്ഥാനാർത്ഥിയാക്കും മാത്രമല്ല 10,000 കണക്കിൽ വോട്ടുകൾ നിങ്ങളെ ജയിപ്പിച്ചിരിക്കും. അതിനുള്ളൊരു ഉദാഹരണം നമുക്ക് കാണാം. पिंटू मेरा खास दोस्त है भाई, इसको जरूर जिताना। वो सीतामढ़ी से लड़ रहा है, ये पिंटू को जिता दो, हम उसको बड़ा आदमी बनाएंगे, बड़ा आदमी बनाएंगे। ഏതായാലും സുനിൽ കുമാർ പിന്റുവിൻ്റെ വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലേ? ചേട്ടൻ്റെ കുളിസിതങ്ങളെല്ലാം കഴിഞ്ഞ 2-3-4 മാസങ്ങൾക്ക് മുമ്പ് പുറത്തിറങ്ങിയിരുന്നു. എന്നിട്ടും ചേട്ടൻ അവിടുത്തെ സ്ഥാനാർത്ഥിയാകുകയും ചെയ്തു. എന്നിട്ട് ചേട്ടൻ 5562 വോട്ടിന് BJP സ്ഥാനാർത്ഥിയായിട്ട് നമ്മുടെ പിന്റു അണ്ണൻ ജയിച്ചു. പിന്റു അണ്ണൻ കുറച്ച് കുസൃതിയായിരുന്നു. ആ കുസൃതിയിലെ വീഡിയോകളും രംഗങ്ങളൊക്കെയാണ് നമ്മൾ ഈ കണ്ടത്. ചേട്ടൻ അടിപൊളിയാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. ഇങ്ങനത്തെ പലരും അവിടെ ജയിക്കുന്നുണ്ട്. ബ്ലൂ പ്രിൻ്റ് എന്താണ്, അല്ലെ നിങ്ങളിവിടെ കാഴ്ചവെക്കാൻ പോകുന്ന ഡെവലപ്മെൻറ്റ് ബ്ലൂ പ്രിൻ്റ് എന്താണെന്ന് ചോദിച്ച സമയത്ത് അതൊക്കെ ഭയങ്കര മോശമായിട്ടുള്ള കാര്യമില്ലേ? ബ്ലൂ പ്രിൻ്റ് എന്ന് പറഞ്ഞാൽ ബ്ലൂ ഫിലിമാണെന്ന് വിചാരിച്ച മൈഥിലി താക്കൂർ വരും അവിടെ 10,000 വോട്ടുകൾക്ക് ജയിച്ചു എന്നുള്ളതാണ് സത്യം. आने वाले समय में अली नगर को आदर्श नगर बनाना है। मैथिली नगर, जानकी नगर या फिर सीता नगर कर दिया जाए। माननीय नरेंद्र मोदी जी प्रधानमंत्री जब वो बोलना शुरू करते हैं 2 घंटे से बीत जाता है, लगता है कि अभी तो बात शुरू ही हुई। दूसरे देश के लोग हैं, उन लोग का भी कांग्रेचुलेशन मैसेज जा रहा है, क्योंकि वो लोग मोदी जी से इन्फ्लुएंस्ड है। is contesting on a BJP ticket from Ali Nagar in Madhubani. जिस दिन मेरा टिकट अनाउंस हुआ उस दिन मुझे पता चला कि अच्छा मैं चुनाव लड़ूंगी। ब्लूप्रिंट क्या है? ब्लूप्रिंट में आपको कैमरे पे अभी कैसे बताऊं, ये तो बहुत ही निजी चीज है। What do you have to offer? सोने का समय और मैं बहुत कंफ्यूज्ड हो रही हूँ। अभी आपको कोई आश्वासन एक बड़ा इंटरेस्टिंग एक और चीज चल रही है, अली नगर को सीता नगर बनाने से विकास नहीं होगा जी। आपको पता है, आपने कभी अपने स्पीच में ये नहीं कहा कि आप अली नगर को कैसे डेवलप करेंगे। रोज आके दर्शन കണ്ടില്ലേ നിങ്ങൾ? 10,000 വോട്ടുകൾക്ക് ജയിച്ചിട്ടുള്ള 24 വയസ്സുള്ള BJPയുടെ സ്ഥാനാർത്ഥിയാണ്. ബ്ലൂ പ്രിൻ്റ് എന്താണ്, ബ്ലൂ ഫിലിം എന്താണ് അറിഞ്ഞിട്ടില്ലെങ്കിലും ഞാൻ അവിടുത്തെ അലിനഗറിൻ്റെ പേര് മാറ്റി സീതാനഗർ ആക്കും. അതോടുകൂടി ഞാൻ അവിടെ 3-4 ക്ഷേത്രങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നുണ്ട്. സന്തോഷമായില്ലേ കുട്ടിയേട്ട എന്ന് ചോദിച്ചിട്ടുള്ള നമ്മുടെ സ്ഥാനാർത്ഥിയും BJPയുടെ സ്ഥാനാർത്ഥിയും ഈ പറഞ്ഞ ബീഹാറിൽ ജയിച്ചിട്ട് തന്നെയാണ് വന്നത്. ഇനി അടുത്ത ഒരു സാധനം കാണിച്ചു തരാം. गुड्डू हयात मुर्दाबाद, जिंदाबाद जिंदाबाद। मेरी पत्नी है, मैं उसको घर में प्यार भी करता हूँ, बट बाहर जब उसके साथ जाता हूँ तो एक भाई की तरह जाता हूँ। तो ऐसे आदमी को यदमुल्ला ही कहा जा सकता है। अब ये यादव नहीं हो सकता। सभी लोगों को നമ്മളിപ്പോൾ കണ്ടത് കുറേ അന്ധഭക്തരും അല്ലെങ്കിൽ അന്ധരായിട്ടുള്ള BJPയുടെ അവിടുത്തെ നേതാക്കളും അതുപോലെ തന്നെ BJPയുടെ അണികളിയാണ് നമ്മൾ കണ്ടത്. മോദിജീനെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ കൊന്നു കളയുന്ന ചില അന്ധഭക്തരുള്ള നാടാണ്. അല്ലെങ്കിൽ
എന്താണോ ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് എന്നും അറിയില്ല, എങ്കിലും ജയ് വിളിക്കണം. ജയ് വിളിച്ചിട്ടില്ലെങ്കിൽ അവനെ തച്ചൊടിക്കുന്ന നമ്മുടെ BJP നേതാക്കളെയൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ കണ്ടത്. ഇതൊക്കെയാണ് ബീഹാറിൻ്റെ അവസ്ഥ. ഈ ബീഹാറാണ് നമ്മുടെ കേരളത്തിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിലെ ചങ്കരനും ചേകരനും ഒക്കെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതായാലും അതൊരു ട്രയൽ മാത്രം നിങ്ങൾ ഒതുക്കി കൊടുക്കണം. അതല്ലെങ്കിൽ അവസാനം നമ്മൾ ഈ മലയാളികളെല്ലാവരും കൂടെ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ വല്ല രാജ്യത്തേക്കും പോകേണ്ടി വരും. ഇപ്പോൾ അറ്റ്ലീസ്റ്റ് ഇവിടെ സുഖമായിട്ട് കഴിയുന്നുണ്ട്. ഇതുകൊണ്ടും തീരുന്നില്ല കേട്ടോ. യഥാർത്ഥത്തിൽ ബീഹാറിൻ്റെ മറ്റൊരവസ്ഥയും കൂടെ ഞാൻ കാണിച്ചു തരാം. कट गया मेरा नाम कट गया? हाँ, नाम कट गया मेरा। पूनम देवी। पूनम देवी, पति का नाम स्वर्गीय दिलीप राम। दिलीप राम। हाँ। आपका नाम कट गया? नाम कट क्या गया। नाम हुआ आपका? अजय कुमार। लेकिन मम्मी का वाइफ का मिला ही नहीं है। मम्मी और वाइफ का नहीं है? नहीं मिला, जबकि फार्म हम नया भर के दिए थे। SIR का फॉर्म भरे थे? सब नया भर के दिए थे। उसके बाद आपका नाम है मोहन कुमार रावत। हाँ, अधिकतर गरीब आदमी का ही कटा है, महल वाला का नहीं कटा है, स्लम बस्ती का कटा है। स्लम बस्ती में ज्यादातर रहने वाले लोग हाँ कट गया है। कुछ समस्या हो रहा है आदमी को देने के लिए, बहुत आदमी घूर के जाले जा रहे हैं। कितना लोग अभी तक आपके देखने में घूम के गया होगा? कम से कम 400 आदमी का झूठ जा चुका है। 400 रिटर्न हो गया जिसका नाम नहीं है। बूथ नंबर कितना है? बूथ नंबर 378, 379, 400, आगे सटिए, कैमरा चल रहा है। 392, 399, लगभग हम लोग कितना बूथ है टोटल? 10-12 बूथ है सर। 10-12 बूथ मिलर हाई കണ്ട നിങ്ങൾ, ബീഹാറിൽ SIR കാരണം വോട്ട് കട്ടായിട്ടില്ല എന്നൊക്കെ നമ്മൾ എത്രത്തോളം പറഞ്ഞു കഴിഞ്ഞാലും, അല്ലെങ്കിൽ മലം ചാനലിലും അല്ലെങ്കിൽ മലർനാടൻ ചാനലുകളിലും അതല്ലാണ്ട് നമ്മുടെ ഈ ഇവിടെ കാണിക്കുന്ന പല പല ചാനലുകളിലും പല സംഘപരിവാര വാണ ചാനലുകളിലും നിങ്ങൾ കാണിക്കുന്നതൊന്നുമല്ല. വോട്ടുകൾ ഇഷ്ടം പോലെ കട്ടായിട്ടുണ്ട്. അത് യാദവരുടെ വോട്ടുകളും ദളിതര വോട്ടുകളും മുസ്ലിങ്ങളെ വോട്ടുകളും ആണെന്നുള്ളത് പച്ചക്കുള്ള സത്യമാണ്. പലരും കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട്. എൻ്റെ പണിക്കരെ ഇജ്ജ് പറഞ്ഞ പോലെ ഒന്നല്ല, പണിക്കരെ നമ്മൾ കംപ്ലൈൻ്റ് ഒക്കെ കൊടുക്കാൻ പോയിട്ട് കംപ്ലൈൻറ്റ് പോലും അക്സെപ്റ്റ് ചെയ്യാൻ, ഈ വാതിലൊന്ന് തുറന്നു തരാൻ പോലും നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ്റെ ഓഫീസുകൾ പോലും അവിടെ ഇല്ലാത്തൊരവസ്ഥ. അതൊക്കെ തന്നെയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥ. ഇനി ഏതെങ്കിലും ഒരു കേസ് കൊടുത്തു കഴിഞ്ഞാലും അതവിടെ കിടക്കും കോടതിയിൽ, അതുകൊണ്ട് മിണ്ടാനും പറ്റില്ല. പിന്നെ അതിന് 4 വർഷം 5 വർഷം തള്ളിപ്പോകുന്ന കേസായിട്ട് മാറും. അതോടുകൂടി വീണ്ടും അടുത്ത ചോരി ഭരണം നമ്മുടെ രാജ്യത്ത് വീണ്ടും വരും. അതുകൊണ്ട് കേസ് കൊടുത്തോ കേസ് കൊടുത്തില്ലേ എന്ന് ചോദിക്കുന്നവർക്കുള്ള മറുപടിയാണത്. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ബീഹാറിലെ ഇലക്ഷൻ ഇപ്രാവശ്യം കഴിഞ്ഞത്. ഭയങ്കര രസകരമായിട്ട് കഴിഞ്ഞു പോയിട്ടുണ്ട്. ഏതായാലും നിങ്ങൾ കണ്ട കുറേ ക്ലിപ്പുകൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാകും. ഇതുപോലത്തെ സാധനങ്ങൾ നമ്മൾ ഇനിയും ഇറക്കും. നമുക്ക് കിട്ടുന്ന അത്രയും നമ്മൾ ഇറക്കി വെളുപ്പിക്കുക തന്നെ ചെയ്യും. കാരണം രാജ്യത്തിൻ്റെ ജനാധിപത്യവും ഡെമോക്രസിയും ഒക്കെ അല്ലേ. ഇതൊക്കെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ രാജ്യം ഈ പറഞ്ഞ പോലെ നേപ്പാൾ പോലും അല്ലെങ്കിൽ ബംഗ്ലാദേശ് പോലും ഒക്കെ കുട്ടിച്ചോറാക്കി വിടണോ എന്നുള്ളത് നിങ്ങൾ തന്നെ തീരുമാനിക്കും.